ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. അതിനാൽ നീതിയുള്ള ന്യായാധിപൻ നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമെന്ന ബൈബിൾ വാക്യം ആത്മാർത്ഥമായി പറഞ്ഞ് വിട പറയുവാൻ മാത്യു വട്ടത്തറ അച്ഛന് സാധിച്ചു. 1950 ഡിസംബർ മാസം 19-ാം തീയതി ഞാറക്കൽ വട്ടത്തറ കുടുംബത്തിൽ കുര്യാപ്പു മറിയാമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച മാത്യു CMI സഭയിൽ അംഗമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുത്ത വട്ടത്തറ അച്ഛനെ പഴയ ശിഷ്യന്മാർ എല്ലാവരും ഏറെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് ഇന്നും ഓർക്കുന്നത്. രാവിലെ ക്ലാസ്സിൽ വന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് താല്പര്യമുള്ള എന്തെങ്കിലും പൊതുവിഷയത്തെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും. പൊതുവെ സ്പോർട്സിൽ താല്പര്യമുള്ള അച്ഛൻ മിക്കവാറും അന്നത്തെ ക്രിക്കറ്റ് കളിയെ പറ്റിയോ അല്ലെങ്കിൽ അന്ന് നടക്കുന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിനെയോ പറ്റിയോ ഒക്കെ ആയിരിക്കും സംസാരിക്കാറുള്ളത്. ഏതായാലും പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഭാവം മാറും. തലേ ദിവസം പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ചോദ്യ രൂപേണ പുറത്തേക്ക് വരും. ഏറ്റവും നല്ല ഉഴപ്പിനോടായിരിക്കും ആദ്യം ചോദ്യം വരുന്നത്. കൃത്യമായി ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ ചൂരൽ പ്രയോഗം കൃത്യമായി കിട്ടിയിരിക്കും. ദിവസങ്ങൾ കൊണ്ട് നന്നാവാത്തവനെ മുഷ്ടി ചുരുട്ടി തോളത്തിടിച്ച് നന്നാക്കിയ കഥകൾ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിലും വട്ടത്തറ അച്ഛനെ എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും മാത്രമാണ് മിച്ചമുള്ളത്. സിനിമാ നടന്മാരായ അജു വർഗീസ്, നിവിൻ പോളി തുടങ്ങിയ കലാകാരന്മാരും വിജു എബ്രഹാം അടക്കമുള്ള ഹൈക്കോടതി ജഡ്ജിമാരും വട്ടത്തറ അച്ഛന്റെ ചൂരൽ കഷായം വേണ്ടുവോളം കഴിച്ചിട്ടുള്ളവരാകാം. രാജ്യത്തും രാജ്യാന്തര തലത്തിലുള്ള അറിയപ്പെടുന്ന പല വ്യാപാരി വ്യവസായികളും അദ്ദേഹത്തിന്റെ കീഴിൽ കണക്ക് അഭ്യസിച്ചിട്ടുള്ളവരാണ്. നന്ദിനി P. നായർ, ടിജു തോമസ് തുടങ്ങിയ IRSകാരും അദ്ദേഹത്തിന്റെ കീഴിൽ വിദ്യാഭ്യാസ അനേകരിൽ ചിലരാണ്. ആരെയും വെറുപ്പിക്കാതെ ഓരോ വിദ്യാർത്ഥികളുടെയും നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാതാപിതാക്കളുടെ പേര് വരെ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ വട്ടത്തറ അച്ഛൻ ഉണ്ടായിരുന്ന കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ബെൽജിയത്തിലെ ലൂവിയൻ സർവകലാശാലയിൽ നിന്നും വിമോചന ദൈവശാസ്ത്രത്തിൽ നേടിയ അറിവ് വളരെ കുറച്ചുനാൾ മാത്രമേ ധർമാരാം കോളേജിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഏത് കാര്യത്തിലും വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന വട്ടത്തറയച്ചൻ അത് തുറന്നു പറയുന്നതിലും മടി കാണിച്ചിരുന്നില്ല. തന്റെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും അത് തുറന്നു പറയുകയും എന്നാൽ സഭയുടെ അഭിപ്രായത്തോട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അച്ഛനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തന്റെ കാലയളവിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ പേരും അവർ ഏത് ബാച്ചിൽ പഠിച്ചിരുന്നുവെന്നും ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആളായിരുന്നു വട്ടത്തറ അച്ഛൻ. ആർക്കും ഏത് സമയത്തും അദ്ദേഹത്തെ സമീപിക്കാം. ന്യായമായ ഏത് കാര്യത്തിനും അദ്ദേഹം ഉടനടി പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അധ്യാപകൻ എന്ന പേരിൽ ഏറെ പേര് സമ്പാദിച്ച വട്ടത്തറ അച്ഛൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. രാജഗിരി പ്രൊവിൻഷ്യൽ ഹാളായും രാജഗിരി മാനേജ്മെന്റിന്റെ സ്കൂളിന്റെയും എഞ്ചിനീയറിംഗ് കോളേജിന്റെയും രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസിന്റെ ഡയറക്ടറായും അദ്ദേഹം സുദീർഘമായ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ സ്കൂൾ ആരംഭിക്കുന്ന കാലത്ത് അതിന് നേതൃത്വം നൽകുവാൻ രാജഗിരി പ്രൊവിൻസ് മറ്റാരുടെയും പേരല്ല ആലോചിച്ചത്, വട്ടത്തറ അച്ഛന്റെ പേര് തന്നെയായിരുന്നു. നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു വട്ടത്തറ അച്ഛൻ. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം വർഷങ്ങളായി അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് ഇറങ്ങുവാൻ സാധിച്ചിട്ടില്ല. പിന്നീട് 6-7 വർഷമായി ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോഴും യാതൊരു മടിയും കൂടാതെ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സഭ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഡയാലിസിസ് കഴിഞ്ഞ് ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പ്രഷർ താഴോട്ട് പോവുകയും വീണ്ടും അഡ്മിറ്റ് ആക്കുകയും ചെയ്യുകയായിരുന്നു. വിൽ പവർ കൊണ്ട് അത്ഭുതം കാണിച്ചിട്ടുള്ള വട്ടത്തറ അച്ഛൻ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം 4:17 ആ ദീപം അണഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ വ്യാഴാഴ്ച കളമശ്ശേരിയിലെ രാജഗിരി ചാപ്പലിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തി.